ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യൽ കോമ്പിനേഷനിലുള്ള ഫുഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചുക്കപ്പവും ബീഫ് ഫ്രൈയും. ചുക്കപ്പം നിങ്ങൾ സാധാരണ കഴിച്ച് കാണും, പക്ഷേ ബീഫ് ഫ്രൈയുടെ കൂടെ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണ്. ഞാനിതൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. അതെന്തായാലും നിങ്ങൾക്കായിട്ട് ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ചുക്കപ്പം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് വാട്ടിയെടുക്കണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ, ഞാനിപ്പോൾ ഡാൽഡയാണ് യൂസ് ചെയ്യുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയുള്ളി നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി ഒന്ന് അത്യാവശ്യം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സാജീരകമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന സാജീരകം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കരിഞ്ജീരകമാണ് ശരിക്കും ഇതിൽ വേണ്ടത്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് സാജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി തന്നെയാണ് ചേർത്താൽ. ഇനി ഈ ചെറിയുള്ളിയും ജീരകവും കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഈ കൂട്ട് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിപ്പൊടി എടുത്ത ആ കപ്പിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 1/4 കപ്പ് വെള്ളവും 1/4 കപ്പ് തേങ്ങാപ്പാലുമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടും ഇതിന്. അതുകൊണ്ട് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യണമെന്നില്ലെങ്കിൽ സാധാരണ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അതിന് പകരമായിട്ട്. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് തിളക്കാനായിട്ട് അനുവദിക്കാം. ഇപ്പോൾ ഈ കൂട്ടൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചുക്കപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം. കാരണം വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ ചുക്കപ്പം ഉണ്ടാക്കുമ്പോൾ എണ്ണയിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വെള്ളം നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഈ 1.5 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കുള്ളൂ. നമ്മൾ പിന്നെ ഇത് ഒരു 2-3 മിനിറ്റോളം ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് അളവാണ് കേട്ടോ, വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്. അപ്പോൾ എന്തായാലും വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, കറക്റ്റ് അളവിൽ തന്നെ എടുക്കുക. പിന്നെ ചില പൊടി വ്യത്യാസം ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടി വരും. അത് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. ഫുള്ള് ചൂടാറാനായിട്ട് നിൽക്കണ്ട, കാരണം കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ജസ്റ്റ് കൈയൊന്ന് മുക്കിയിട്ടാണ് ഇതുപോലെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈക്ക് അധികം ചൂടേക്കുകയും ഇല്ല, അതുപോലെ തന്നെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ചേർത്തിട്ട് ഒന്നും കൂടി വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മുട്ട ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ്നെസ്സിൽ കിട്ടും, കുഴച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഈ ഒരു ചുക്കപ്പത്തിന് ഒരുപാട് നൊസ്റ്റാൾജിയുള്ള ഫുഡായിരിക്കും മിക്കവർക്കും. ചെറുപ്പത്തിലേ നമ്മുടെ അമ്മമാരൊക്കെ ഒരുപാട് ഉണ്ടാക്കി തന്ന ഫുഡാണിത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ചുക്കുണ്ടാന്നാണ് പറയുന്നത്. ഇതുപോലെ നമ്മൾ ബട്ടൺ പോലെയല്ല എടുക്കുന്നത്. ഞങ്ങൾ സാധാരണ ഒരു കുഞ്ഞ് ബോളായിട്ട് ഉരുട്ടിയിട്ട് വറുത്തിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ അമ്മയൊക്കെ അതുപോലെ ഉണ്ടാക്കി തന്നേക്കുന്നത്. മുട്ടയൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മുടെ ചുക്കപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് നീളത്തിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവും കുറേ ബോൾസായിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ ഒരു ബട്ടൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആദ്യം തന്നെ എല്ലാം ചെറിയ ബോൾസാക്കി ഉരുട്ടി വയ്ക്കുകയാണ്. അതിന് ശേഷമാണ് ബട്ടൻ്റെ ഷേപ്പിൽ എടുക്കുന്നത്. അപ്പോൾ അതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് കിട്ടുന്നത്. ഈ ചുക്കപ്പം ഉണ്ടാക്കുമ്പോൾ മെയിൻ പണി ഇതാണ്. ഇങ്ങനെ ഉരുട്ടി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് മാവൊക്കെ എടുക്കണമെങ്കിൽ കുറേ ടൈം വേണ്ടി വരും. ഇപ്പോൾ എല്ലാ ചുക്കപ്പം അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുത്താൽ മതി. ഈ ചുക്കപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് അപ്പം തന്നെ കയ്യിൽ വെച്ചിട്ട് ഇളക്കരുത്. ഒരു 10-30 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഈ ഒരു ചുക്കപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് മൂത്ത് വരുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും, മുകളിലോട്ടായിട്ട് വരും. കണ്ടോ, ഈ രീതിയിൽ നന്നായിട്ട് പൊങ്ങി കിടക്കും എണ്ണയിൽ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഇത് വെന്താന്നുള്ളൊരു പരുവം നോക്കണത്. ഇപ്പോൾ നമ്മുടെ ചുക്കപ്പം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുക്കപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഈ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഈ ചുക്കപ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ 1 മാസം വരെയൊക്കെ കേടാവാതെ ഇരിക്കും. വൈകിട്ടത്തെ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ ഞാനിതിൻ്റെ കോമ്പിനേഷനായിട്ട് ചെയ്യുന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നീളത്തിലുള്ള തേങ്ങാക്കൊത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് കടിക്കാനായിട്ട് കിട്ടും നമുക്ക്. ഈ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തും കറിവേപ്പിലേക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ബീഫ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുക്കറിലിട്ടാണ് ബീഫ് വേവിച്ചെടുത്തത്. ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അത് കാരണം നമ്മൾ ഫ്രൈ ആണല്ലോ റെഡിയാക്കുന്നത്, അപ്പോൾ വെള്ളമൊന്നും ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ബീഫ് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ള് പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ബീഫിന് നല്ലൊരു ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ചുക്കപ്പം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീഫും കൂടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ. ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചുക്കപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതിൻ്റെ കൂടെ തന്നെ ബീഫ് ഫ്രൈയും കൂടി വരുമ്പോൾ എന്തായിരിക്കും ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പാർട്ടീസിലൊക്കെ സ്റ്റാർട്ടറായിട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു വെറൈറ്റിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസ് നിങ്ങൾക്ക് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. താങ്ക്